ചാലക്കുടി നഗരത്തിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രധാന പ്രതിയും ബന്ധുവുമായ ലിവിയ ജോസിനെ കൊടുങ്ങല്ലൂരിലെത്തിച്ചു. ലിവിയെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്യും. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസും കാമുകൻ നാരായണദാസും ചേർന്നാണ് ലഹരി കേസ് ആസൂത്രണം ചെയ്തത്. നാരായണദാസാണ് ബംഗളൂരുവിൽ നിന്ന് ലഹരി സ്റ്റാമ്പ് ലിവിയയ്ക്ക് എത്തിച്ചു നൽകിയത്. തുടർന്ന് ലിവിയ ഷീല സണ്ണിയുടെ വാഹനത്തിലും ബാഗിലും ലഹരി സ്റ്റാമ്പ് ഒളിപ്പിച്ചു. ലിവിയയുടെ നേതൃത്വത്തിലാണ് രാസലഹരി സ്റ്റാമ്പുകൾ ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ വെച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ലിവിയ ദുബായിലേക്ക് കടന്നു. പിന്നാലെ ലിവിയയെ പിടികൂടാൻ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. ഈ സാഹചര്യത്തിൽ പാസ്പോർട്ട് റദ്ദാക്കാൻ പോലീസ് നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് യുവതി നാട്ടിലേക്ക് മടങ്ങിയത്. തുടർന്നാണ് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ലിവിയയെ കസ്റ്റഡിയിലെടുത്തത്. അതേസമയം വ്യാജലഹരി കേസിൽ ലിവിയയുടെ കാമുകനായ തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസിനെ 2024 ഏപ്രിൽ 29 പോലീസ് പിടികൂടിയിരുന്നു. 2023 ഫെബ്രുവരി 27 ചാലക്കുടി നഗരത്തിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീലയുടെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് ലഹരി സ്റ്റാമ്പ് കണ്ടെത്തിയതെന്ന് ആരോപിച്ച് ജയിലിൽ അടച്ചത്. 72 ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷം കേസ് വ്യാജമെന്ന് കണ്ടെത്തിയതോടെ ഷീല സണ്ണി പുറത്തിറങ്ങി.